ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. LIK ലവ് ഇൻഷുറൻസ് കമ്പനി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് ശിവനാണ്. വിഘ്നേഷ് ശിവൻ ഇതിനു മുമ്പ് സൂര്യയുടെ താനാസി എന്ന കൂട്ടം, വിജയ് സേതുപതിയുടെ നാനും റൗഡിദാനൊക്കെ സംവിധാനം ചെയ്ത ആളാണ്. ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. നിങ്ങൾക്കറിയാം, വിഘ്നേഷ് ശിവന്റെ എല്ലാ സിനിമകളിലും മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധ് തന്നെയാണ്. ആൻഡ് സിനിമയിൽ വരുന്നത് പ്രദീപ് രംഗനാഥൻ, ദ സെൻസേഷണൽ പ്രദീപ്, കൃതി ഷെട്ടി, SJ സൂര്യ, ഗൗരി കിഷൻ, യോഗി ബാബു, അങ്ങനെ നമുക്ക് അറിയാവുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നയൻതാരയുമാണ്. വിഘ്നേഷ് ശിവന്റെ ഭാര്യ കൂടെയാണ് ഇപ്പോൾ നയൻതാര. സിനിമയിലേക്ക് വരുമ്പോൾ വിഘ്നേഷ് ശിവൻ എന്താണ് പണി വെച്ചിരിക്കുന്നതെന്ന് വിഘ്നേഷ് ശിവന് തന്നെ മനസ്സിലാവാത്ത രീതിയിലാണ് പ്രദീപിൻ്റെ പറഞ്ഞു കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം പ്രദീപ് എന്തൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് തമിഴ് സിനിമയിൽ കണ്ടുവരുന്ന ഒരു റോംകോം പരിപാടി. ആ റോംകോം പരിപാടിയിൽ കണ്ടുവരുന്ന എന്താണ്, ഒരു വെളുത്ത നായിക, ഒരു കറുത്ത നായകൻ. ആ വെളുത്ത നായികയെ കറുത്ത നായകൻ കണ്ട ഉടനെ ഒരു ഇമോഷനും കാര്യമല്ലോ, കണ്ട ഉടനെ തന്നെ ഫസ്റ്റ് ലവ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ പ്രണയിച്ചു തോന്നുന്നു. ഒരു ഇമോഷൻസും വർക്കൗട്ടില്ല. എന്തിനാണ് പ്രണയിച്ചതെന്ന് പോലും ഒരു പിടികിട്ടാതെ എന്തിനു വേണ്ടി പ്രണയിക്കുന്നു എന്നുള്ള രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലൊരു കമ്പനി വരുന്നുണ്ട്, അതാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. അതിൽ ഒരു കോർപ്പറേറ്റ് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനിയാണ്. അപ്പോൾ അതിൽ വില്ലനായിട്ട് വരുന്നതാണ് SJ സൂര്യ. അപ്പോൾ SJ സൂര്യ ഈ കമ്പനിയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ വേൾഡും ഒരു ഓർഗാനിക് വേൾഡും ഒരു ഫ്യൂച്ചറും ഒരു പ്രസന്റ് ഒരു തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വർക്കൗട്ട് ആയില്ല സിനിമയിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അവരെന്തൊക്കെയോ പറയാൻ വേണ്ടി നോക്കുന്നുണ്ട്. പഴയ സ്ഥിരം പാറ്റേണൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതിൽ ഒരു കണക്ഷൻസും ഇല്ല. അതിപ്പം ഫ്രണ്ട്സ് സോൺ ആയിരുന്നാലും ശരി, ലവ് സോൺ ആയിരുന്നാലും ശരി, ഇമോഷണൽ സോൺ ആയിരുന്നാലും ശരി, ഒരു കണക്ഷനും ഇല്ല. എന്തിനൊക്കെയോ വേണ്ടി തമ്മിൽ ബന്ധിപ്പിച്ച് എങ്ങനെയോ അടിച്ച് കൂട്ടിയൊക്കെ വെച്ചൊരു 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഈ സിനിമ തീർക്കണം എന്നുള്ള രീതിയിലാണ് വിഘ്നേഷ് ശിവൻ പണി വെച്ചിരിക്കുന്നത്. വിഘ്നേഷ് ശിവനും ലിറിക്സിൽ പണി സൂപ്പറായിട്ട്, ബട്ട് സിനിമ വന്നപ്പം ടോട്ടലി പണിയതിൽ വേസ്റ്റായി പോയെന്നേ ഞാൻ പറയും. എനിക്ക് ആകെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. ഇടയ്ക്ക് അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊക്കെ വന്നപ്പോൾ ഈ പടത്തിൽ എന്തോ ഉള്ളതുപോലെ ഒരു ഫീലൊക്കെ തോന്നി. പിന്നെ എനക്കനെ ആരുമില്ലെന്ന് ആ പഴയ ആക്കോ സോങ്ങൊക്കെ വന്നപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. പിന്നെ ആ ഒരു മൊമെൻ്റ് ഒക്കെ വന്നപ്പോൾ ആ ഒരു മ്യൂസിക്കും BGM ഒക്കെ വന്നപ്പോൾ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പ്രദീപിൻ്റെ റോളിലേക്ക് വരുവാണെങ്കിൽ പ്രദീപ് നമ്മൾ കണ്ട സെയിം പടത്തിലുള്ള ആ സെയിം ടിപ്പിക്കൽ ഡയലോഗ്സ് തന്നെയാണ്, അതേ ഹെയർ സ്റ്റൈൽ തന്നെയാണ്, അതേ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് എന്നിരുന്നാലും അത് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് പോർഷൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഇത് എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇത് മടുക്കോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇനി വരുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ 3 പടം ലവ് ടുഡേ, ഡ്രാഗൺ, ഡ്യൂഡ് കണ്ടുവന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു LAയ്ക്കായിരിക്കും ഏറ്റവും, അതായത് ഇത് ഏറ്റവും വേസ്റ്റ് പടമൊന്നും ഞാൻ പറയില്ല, ഏറ്റവും ബെസ്റ്റ് പടമൊന്നും പറയില്ല, ഒരു ബിലോ ആവറേജ് പടമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇതിൽ സീമനൊക്കെ വരുന്നുണ്ട്. സീമനും ഒരു ഓർഗാനിക് വില്ലേജ് ഒക്കെ, അതായത് ഇതിൽ കുറച്ച് സ്പോയിലറൊക്കെ ഉണ്ട്. ടിപ്പിക്കൽ സ്പോയിലേഴ്സ് ആണ്. എന്ന് വെച്ചാൽ മോള് ഫോൺ നോക്കി പോകുമ്പോൾ മരിച്ചു പോകുന്നു, അതുകൊണ്ട് ഫോണാണ് ഈ ലോകത്തിന് ഇല്ല. ഞാൻ പറയുന്നില്ല, അതാണ് ഒരു യൂഷ്വൽ ഒരു കണക്ഷനും ഇല്ലാത്ത ടിപ്പിക്കൽ ഒരു ലൈനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സിനിമയിൽ. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്നു, ഈ ഫോണില്ലാതെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റണം, അവിടെ ഫോണില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക, അങ്ങനെയൊക്കെ. ആ ഒരു അവിടെ മറ്റേ ആർട്ടിഫിഷ്യൽ ആ ഒരു വേൾഡിലാകുമ്പോൾ, ഒരു AI വേൾഡിലാകുമ്പോൾ എല്ലാവരും ഫോണും ഭയങ്കര ഹൈടെക് ആയിരിക്കും. ഈ ഓർഗാനിക് വേൾഡിലാകുമ്പോൾ ആർക്കും ഒന്നുമില്ല, എല്ലാവരോടും സ്നേഹം സംസാരിച്ചൊക്കെ. അങ്ങനെ ഈ നായികയെ കാണുന്നു, നായികയുമായിട്ടൊരു യഥാർത്ഥ പ്രണയം. നായിക ഒരു ബൊമ്മക്കുട്ടിയാണ്, നായികയെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം സിനിമയിലെടുത്താണ്. ഒന്നും വർക്കൗട്ടായിട്ടില്ല. ആക്ഷനൊക്കെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. ആ വെളുപ്പിച്ച് വെച്ചതല്ലാതെ കൃതി ഷെട്ടി ആ സിനിമയിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ്. ആൻഡ് നായികയെ ഒറിജിനൽ അതായത് നായിക എപ്പോഴും ഫോൺ നോക്കിയൊക്കെയാണല്ലോ നായികയെ പ്രദീപ് ഒറിജിനൽ പ്രണയത്തിലാക്കുന്ന ഒരു റോ ഇമോഷൻ, റിയൽ ഇമോഷൻസിലാക്കുന്ന രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷൻസും പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ SJ സൂര്യയായിട്ട് കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പോർഷൻസ് ഒക്കെ കൊള്ളാം, കുറച്ചൊക്കെ എന്തിനോ വേണ്ടി വെച്ചതുപോലെയും തോന്നി എനിക്ക്. SJ സൂര്യ ആസ് യൂഷ്വൽ പുള്ളിയുടെ ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും പിടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പഴയ ഒരു ഐക്കോണിക് സീനും SJ സൂര്യയുടെ ഇതിലുണ്ട്. ആൻഡ് മൊത്തത്തിൽ ഒരു അവിഞ്ഞു പുകഞ്ഞ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പ്രദീപിന് ഇഷ്ടമുള്ളവർക്ക് പോയി കണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ എന്തോ ചെയ്ത് നീങ്ങി പോകുന്നു. പിന്നെ പടത്തിൽ പ്രത്യേകിച്ച് വൻ ലൈറ്റാണ്. അതായത്
എല്ലാം ബ്രൈറ്റ്. അത് നമ്മൾ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബ്രൈറ്റ് എന്ന് വെച്ചാൽ ഇജാതി ബ്രൈറ്റ് ആണ്. ചുമ്മാ പിങ്ക് കളറും മഞ്ഞ കളറും വെള്ള കളറും നീല കളറും ഒക്കെ അടിച്ച് അത് നമുക്ക് റെമോ സിനിമ കണ്ടാൽ മനസ്സിലാവും. റെമോ ഭയങ്കര ഒരു കളർഫുൾ ആണ്. ബട്ട് അതുപോലെയല്ല, ഇത് അതിനേക്കാളും നല്ല കളർഫുൾ ആണ്. കാരണം ഇതിൽ കുറച്ച് ഫ്യൂച്ചറിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു AI റോബോട്ട്, ഒരു ആർട്ടിഫിഷ്യൽ വേൾഡ്, അങ്ങനത്തെ കുറച്ച് ആവശ്യമില്ലാത്ത എമോഷൻസ് ഒക്കെ ചേർത്ത് കുറച്ച് പരിപാടികളൊക്കെ സിനിമയിലുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ച് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ എന്തൊക്കെ തൂക്കിയൊക്കെ വെച്ച്. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞില്ല, ഒരു അവിഞ്ഞ പുകഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. ടോട്ടലി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല സിനിമയിൽ. ബട്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണാം. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം എൻ്റെ കമൻറ്റ് കണ്ടിട്ട് ചിലപ്പോൾ കാണാൻ പോകുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല കമൻറ്റ് ഇട്ടേക്ക്. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ നിങ്ങളുടെ ഡീറ്റെയിൽ അറിയിച്ചേക്ക്. ആൻഡ് ഇനിയും മൂവി റിവ്യൂസും റിയാക്ഷൻസുമായിട്ടൊക്കെ വരാൻ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ ബൈ.